ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണ്? അള്ളാന്റെ ഹബീബ് പറഞ്ഞത് 5 നേരത്തെ നിസ്കാരം എന്നല്ല. റമളാന്റെ പിറ കണ്ടു എന്ന് ഖാദി പ്രസ്താവിക്കുമ്പോ വ്രതം പിടിക്കലല്ല, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കലല്ല. ഏറ്റവും ശ്രേഷ്ഠമായ അമല്, ഒരു മുസൽമാന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പാരമ്യതയിൽ നിൽക്കുന്ന അഭികാമ്യമായ അമല് 2 ഭക്ഷണം കൊടുക്കലാണ്. അപരിചിതനോടും സുപരിചിതനോടും നീ സലാം പറയലാണ്. ഭക്ഷണം കൊടുക്കലും സലാം പറയലും. ഞാൻ ഈ ഹദീസ് ചിന്തിക്കുമ്പോ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പ്രസംഗിച്ചാൽ ഫ്ലോപ്പ് ആവും. എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കും, ഇത് അൻവർ ഫൈസി പറഞ്ഞതുപോലെ 15,000 രൂപ വെച്ച് 12 പേരിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള പ്രസംഗമായി പോകും, അതിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് തോന്നും, എനിക്ക് തോന്നിയില്ലെങ്കിലും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാഴലാണ്. അപ്പൊ അത് വേണ്ട. ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിരന്തരം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ഓടിച്ച് അവസാനം ഒരുപാട് ഓടിച്ചിട്ട് പിടിച്ച് കിടത്തി അവന്റെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവനെ അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോഴല്ലേ, കൈവെക്കുമ്പോഴല്ലേ അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചവൻ തുപ്പിക്കൊടുത്തു. നിരന്തരം മണിക്കൂറുകളോളം ഓടിച്ചിട്ട് അവസാനം കയ്യിൽ കിട്ടിയ ശത്രുവിനെ വെറുതെ വിട്ടിട്ട് നീറ്റങ്ങ് പോയി അലി റളിയല്ലാഹു അൻഹു. സഹാബാക്കളെ ചോദിച്ചു, എന്ത് പണിയാ ഇത്രയും ഓടിയത്? അവന്റെ പിന്നാലെ ഓടിയത് അവന് കണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെന്തിനാ നിങ്ങൾ അവനെ കിട്ടിയ പണിയിട്ട് പോയത്? അവൻ പറഞ്ഞു, ഞാൻ അതുവരെയും ഓടിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടാ. ഇനി ഞാൻ അവനെ എന്നെ കാർക്കിച്ച് തുപ്പിയതിനു ശേഷം ഞാൻ അവൻ എന്തെങ്കിലും ചെയ്താൽ അതിൽ എന്റെ ചില ഉദ്ദേശങ്ങൾ കൂടി കടന്നു വരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കലാണ് ഇവിടുത്തെ പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം മാറ്റിവെച്ചിട്ട് നിങ്ങൾ സലാം പറയുന്നവരാകണം എന്ന വിഷയത്തെ പറ്റി 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് ഒന്ന് ഉണർത്താം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3 അഭിവാദനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. 3 അഭിവാദനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധമായ ഹറമിലേക്ക് പോയി കഴിഞ്ഞാൽ, മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നടത്തേണ്ട അഭിവാദനം 7 ചുറ്റലാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പള്ളിയിൽ നമ്മുടെ അഭിവാദനം 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരമാണ്. എന്നാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ലഖിയ അഹദുക്കും അഖാഹു ഫൽയുസല്ലിം അലൈഹി. ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ അഭിവാദനം സലാം പറയലാണ്, അവനോടൊന്ന് സലാം ചൊല്ലലാണ്. അപ്പൊ 3 അഭിവാദനങ്ങൾ. ഒന്ന്, പരിശുദ്ധമായ കഅബത്തിൽ തവാഫിലൂടെയും മറ്റു പള്ളികളിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരത്തിലൂടെയും ഒരു സത്യവിശ്വാസിയെ കാണുമ്പോൾ അവനോട് സലാം ചൊല്ലുന്നതിലൂടെയുമാണ് ഒരു മനുഷ്യന്റെ ഇസ്ലാമിലെ അഭിവാദനങ്ങൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. നമ്മുടെ കൗമിപ്പെട്ട ചില ആളുകൾ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോ ഗുഡ് മോർണിംഗ്, ഉച്ച കഴിയുമ്പോഴോ എന്താ സാധ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ, വൈകുന്നേരമാകുമ്പോ ഗുഡ് ഈവനിങ്, രാത്രി ഗുഡ് നൈറ്റ്, രാത്രി ഗുഡ് നൈറ്റ്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്റെ വിഷയം തുടങ്ങാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളി. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. എന്റെ വാപ്പ മരിച്ച് ഞാൻ വളരെ സങ്കടത്തിലാണ്, വല്ലാത്ത വേദന. എന്റെ വാപ്പ എനിക്ക് ജന്മം നൽകി എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ വാപ്പ മരിച്ച് ഞാൻ ഇങ്ങനെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയായി. ഈ മരണ വാർത്ത രാവിലെ തന്നെ എല്ലാവർക്കും കിട്ടി. അൻവർ സാദിഖ് ഫൈസിയും അതുപോലെ തന്നെ അൻവരി ഉസ്താദും കൂടി എന്റെ വാപ്പയുടെ മയ്യത്ത് കാണാൻ വേണ്ടി വന്നു. അവര് വന്നുടനെ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഗുഡ് ഈവനിങ്. സാധാരണ അങ്ങനെയാണല്ലോ, വൈകുന്നേരം ആകുമ്പോ പറയുന്നതാണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ഈവനിങ്ങിൽ എന്തെങ്കിലും ഗുഡ് ഉണ്ടോ?
എന്റെ പാസ്പോർട്ട് കളഞ്ഞു. ഉംറ ചെയ്യാനും ഹജ്ജിന് പോകാനും പറ്റാത്ത വിഷമത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിന്റെ മുറ്റത്തിരിക്കുമ്പോ ആരെങ്കിലും ഒരു സുഹൃത്ത് വന്നിട്ട് പറയാ ഗുഡ് മോർണിംഗ്. എന്റെ മോർണിംഗിൽ എന്ത് ഗുഡാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ ഒരു അസംബന്ധമാണ് ഈ വാചകങ്ങൾ. അത് ചിലപ്പോ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അത് എന്റെ കുഴപ്പമല്ല, ഇസ്ലാമിന്റെ നയം അതാണ്. എന്നാ നിങ്ങൾ നോക്ക്, വാപ്പ മരിച്ചവന്റെ മുമ്പിൽ, ഉമ്മ നഷ്ടപ്പെട്ടവന്റെ മുന്നിൽ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവന്റെ മുമ്പിൽ, കല്യാണത്തിന്റെ മണിയറയിലേക്ക് പോകുന്ന മധുവിരുവാഘോഷത്തിന്റെ പ്രഥമഘട്ടത്തിൽ, തന്റെ മധുവിരുവാഘോഷത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ കയ്യിലും മൈലാഞ്ചി ഇട്ടുകൊണ്ട് മണിയറയിലേക്ക് പോകുന്ന പുതുമണവാട്ടിയോടും ഒരേപോലെ പറയാൻ കഴിയുന്ന ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിലുള്ള ഒരേ ഒരു അഭിവാദനം, അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ മരിച്ചവനോടും നമുക്കത് പറയാം, ഉമ്മ മരിച്ചവളോടും നമുക്കത് പറയാം, ഏതെങ്കിലും വില കൂടിയ സാധനങ്ങൾ നഷ്ടപ്പെട്ടവരോടും നമുക്കത് പറയാം. മാത്രമല്ല ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ പാരമ്യതയിൽ നിൽക്കുന്നവനോടും നമുക്ക് പറയാം അസ്സലാം. അത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തന്നെയാണ് ഇസ്ലാമിന്റെ അഭിവാദനം, അത് തന്നെയാണ് ഇസ്ലാമിന്റെ അഭിവാദനം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, സലാം പറയുമ്പോൾ ഒരു അഭിവാദനം എന്നതിനപ്പുറത്ത് അതിന്റെ പിന്നിൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമേതെന്നറിയോ സഹോദരങ്ങളെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യൻ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അൻവർ സാദിഖ് ഫൈസി എന്നോട് സലാം പറയുകയാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു അഭിവാദനത്തിനപ്പുറത്ത് വലിയ ഒരു സത്യം അതിന്റെ പിന്നിലുണ്ട്, ഒരു വലിയ രഹസ്യം അതിന്റെ പിന്നിലുണ്ട്. എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന്, മനസ്സാ വാചാ കർമ്മണ ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ്. ഇതെന്റെ വാക്കല്ല, മഹാനായ ഇമാം ഉയൈന റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു സത്യവിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ മുഖത്ത് നോക്കി സലാം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തെന്നറിയോ സഹോദരാ? എന്റെ നാവിൽ നിന്ന് നീ സുരക്ഷിതനാണ്, എന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ സുരക്ഷിതനാണ്. ഇല്ല മനസ്സാ വാചാ കർമ്മണ, നിനക്കൊരു ബുദ്ധിമുട്ടും എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യന് സമ്മാനിക്കുന്നത്. ഒരാൾ തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് സഹോദരിയോട് സലാം പറയുമ്പോ ഇസ്ലാമിന്റെ അഭിവാദനത്തിനപ്പുറത്ത് അവന് സുരക്ഷിതനാണ്, അവന് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതനാണെന്നുള്ള സുവിശേഷം കൂടി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കറിയോ സഹോദര, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു വലിയ കാര്യം റസൂലുള്ളാഹി ലോകത്തെ പഠിപ്പിക്കുകയാ. ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിന്റെ പേരിലാ? ഇവിടെ ആർക്കും ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിലല്ല, ഇവിടെ ആർക്കും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ നിങ്ങൾ വന്നിരുന്നതിന്റെ പേരിൽ ഭൗതികമായി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെയോ ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാണ്, നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരിടം കിട്ടണമെന്ന ആഗ്രഹമാണ്. ആ സ്വർഗം മോഹിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുമ്പോ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നത് പടച്ചവന്റെ സ്വർഗ്ഗം മോഹിച്ചുകൊണ്ടാണ്. റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി വ്യാനലോകത്ത് പ്രകടമാകുമ്പോ നിങ്ങൾ പരിശുദ്ധമായ വ്രതശുദ്ധി നേടുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ്. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ്ഗം നിങ്ങൾ മോഹിച്ചുകൊണ്ടാ. എന്നാ എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? ലാ തദ്ഖുലൂൽ ജന്ന
ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അയൽപക്കത്ത് പോലും എത്തുകയില്ല. ഏതുവരെ? സഹോദരങ്ങളെ, അടിവരയിട്ടുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാ. ഇത് കേവലം എന്നെ പോലൊരു പ്രഭാഷകന്റെ വാക്കുകളല്ല. ഏഴാകാശത്തിന്റെ മുകളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ വഹയിന്റെ സന്ദേശം വരാതെ ഒരക്ഷരം പോലും ഉരിയാടാത്ത മുഖ്ദിറെ സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹു അറിയിച്ചു കൊടുക്കാത്തതൊന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. മാ യംദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. വഹയിന്റെ സന്ദേശമില്ലാതെ റസൂലുള്ള ഒരക്ഷരം പോലും പറയില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് തമാശയ്ക്ക് പോലും, അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടമായ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗം വേണോ? ഹത്താ തുമിനൂ, നിങ്ങൾ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. എന്റെ സഹോദരിമാരെ, അടിവരയിട്ടുകൊണ്ട് നിങ്ങൾ കേൾക്കുക. അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾ മോഹിക്കുന്നുണ്ടോ? സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗം നിങ്ങൾ കാമിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാ റസൂലുള്ളാഹി വെച്ച ഡിമാൻഡ് എന്താണെന്നറിയോ? ഹത്താ തുമിനൂ, നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾ സ്വർഗം ലഭിക്കൂല. വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം പുൽകാൻ കഴിയൂല. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതിൽ വിശ്വാസം അരക്ക് ടാണിക്കല്ല് തകതാരിന്റെ അകക്കാമ്പിൽ ഉറപ്പിക്കുന്നത് വരെ നിങ്ങൾക്കൊരിക്കൽ പോലും സ്വർഗം ലഭിക്കൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസികളാകണോ? ആദ്യം പറഞ്ഞത് സ്വർഗപ്രവേശനം വേണമെങ്കിൽ വിശ്വാസം വേണമെന്നാണ്. രണ്ടാമത് റസൂലുള്ള പറയുകയാണ്, വലാ തുമിനൂ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല, നിങ്ങൾ ഈമാനുള്ളവരാവുകയില്ല. ഏതുവരെ എന്നറിയോ? ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമതായി പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ശേഷം റസൂലുള്ള പറയുകയാണ്, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഞാനൊരു അമല് പഠിപ്പിച്ചു തരാം. ആ കാര്യം നിങ്ങൾ മുറ പോലെ ചെയ്താൽ, അത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ, അതൊരിക്കൽ പോലും മുടങ്ങാതെ നിങ്ങൾ ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തഹാബബതും, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു അമലുണ്ട്. ആ ഒരു അമല് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഏതാണെന്നറിയോ? സഹോദരിമാരെ, ശ്രദ്ധയോടെ കേട്ടോ. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഈമാനുള്ളവരാകാൻ പറ്റൂല. നിങ്ങൾക്ക് ഈമാനുണ്ടാവുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. പക്ഷേ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു അമലുണ്ട്. ഏതാണെന്നറിയോ? ആ അമലിനെ പറ്റി റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അഫ്ശുസ്സലാം, കണ്ടാ സലാം പറയുന്നതിലൂടെ പരസ്പര സ്നേഹം പകുത്തെടുക്കാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സ്വർഗത്തിൽ കയറാൻ ഒരു മനുഷ്യനും പറ്റില്ല അവൻ വിശ്വാസിയാകാത്തിടത്തോളം കാലം. വിശ്വാസിയാകണോ? ഇഷ്ടപ്പെടണം, ഉറപ്പാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. സംഘടന, രാഷ്ട്രീയ, വൈചാത്യ, വൈരുദ്ധ്യ, വൈവിധ്യ പ്രക്രിയകളൊക്കെ അതിനപ്പുറത്താണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. വഹയിന്റെ നായകൻ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റണോ? നിങ്ങൾ ഈമാനുള്ളവരാകണം. ഈമാൻ നിങ്ങൾക്ക് വേണോ? തൊട്ടടുത്തിരിക്കുന്ന ആളിനെ ഇഷ്ടപ്പെടണം. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഉസ്താദെ ഇഷ്ടപ്പെടാൻ, അയാളുടെ സ്വഭാവം അത്രയും മോശമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു. വേറെ ഒന്നും വേണ്ട, അഫ്ശുസ്സലാം. കാണുമ്പോൾ ഒരു സലാം പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺ കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ അറിയാം. ഇപ്പൊ എനിക്ക് അൻവർ സാദിഖ് ഫൈസിയെ തീരെ ഇഷ്ടമില്ല എങ്കിൽ ഹോർമോൺ, എന്റെ ഹോർമോണും നിങ്ങളുടെ ഹോർമോണും തമ്മിൽ ഒരുമിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ആ ഹോർമോൺ തമ്മിൽ യോജിക്കാൻ വേണ്ടി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് ഹോർമോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ലോകം അത്രയും വികസിതമാണ്, ലോകം അത്രയും വികസനത്തിലാണ്.
എന്നാൽ 14 മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഒരു ഇഞ്ചക്ഷനും എടുക്കാതെ, ഒരു ഹോർമോൺ കുത്തിവെപ്പ് നടത്താതെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു അമല് സലാം പറയലാണ്. പറഞ്ഞു നോക്ക്, പിണക്കമുള്ളവന്റെ മുമ്പിൽ ചെന്നിട്ട് നീ എങ്ങോട്ട് പോണെന്ന് ചോദിച്ചു നോക്ക്, അവൻ ചിലപ്പോ മറുപടി പറഞ്ഞെന്ന് വരൂല. മനുഷ്യനാണെങ്കിൽ സലാം പറഞ്ഞു നോക്ക്, അവൻ സലാം മടക്കും. അതുവരെയുള്ള അവന്റെ പിണക്കത്തിന്റെ എല്ലാ മലകളും മഞ്ഞുരുക്കം പോലെ അവന്റെ എല്ലാ വൈമനസ്യവും വൈഷമ്യവും ആ നിമിഷം ഉരുകി പോകുന്നു നമുക്ക് കാണാം. അതുകൊണ്ട് സലാം പറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയും. ഇഷ്ടപ്പെട്ടാലോ മോമിനീങ്ങളാകും, മോമിനീങ്ങളായാലോ സ്വർഗം കിട്ടും. ഇത് തന്നെയാണ് അതിന്റെ ഗുണം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സലാം പറയണം. ഞാൻ ഈ സലാം പറയുന്നതിന്റെ മഹത്വോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നുമല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. ഈ സലാം പറയുന്നത് ഒരു അഭിവാദനം എന്നതിനപ്പുറത്ത് അവർ നമ്മളിൽ നിന്ന് സുരക്ഷിതരാണ് എന്ന ഒരു വലിയ സുരക്ഷയുടെ സന്ദേശം കൈമാറുന്നതിനപ്പുറത്ത് ഒരു വലിയ യാഥാർത്ഥ്യം അതിന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പ്രസംഗം മധ്യേ നിങ്ങൾക്ക് ഞാൻ ഉണർത്തി തരാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേട്ടോളി സഹോദരങ്ങളെ. ശത്രുവിനോട് പോലും നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് സലാം പറയാം. ആ സലാം പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പരസ്പരം സുരക്ഷിതരാണ് എന്ന സുരക്ഷയുടെ വാചകമാണ്. കേട്ടോ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമസ്കാരത്തിന്റെ മഹത്വം മാത്രം പ്രതിപാദിക്കുന്നതല്ല ഖുർആൻ, നോമ്പിന്റെ മഹത്വം മാത്രം പ്രതിപാദിക്കുന്നതല്ല പരിശുദ്ധമായ ഇസ്ലാം, ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പഠിപ്പിക്കുന്നതല്ല നബിവചനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധത്തിൽ എങ്ങനെയാണ് കാൽ ചുവടുകൾ വെക്കേണ്ടത്, എങ്ങനെയാണ് യുദ്ധത്തിൽ വാള് പിടിക്കേണ്ടത്, എങ്ങനെയാണ് ചുവടുകളെ മാറ്റി ചവിട്ടേണ്ടത്, എങ്ങനെയാണ് പരിച പിടിക്കേണ്ടതെന്ന് വരെ പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും മഹാന്മാരായ സഹാബാക്കൾ പ്രവാചകനില്ലാത്തൊരു യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന സമയത്താണ് ഒരു സഹാബി അതാ കടന്നു വരുമ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കുറെ ആട്ടിൻപറ്റങ്ങളെയുമായിട്ട് കടന്നു വരികയാ. അയാളുടെ കയ്യിൽ ഒരുപാട് ആട്ടിൻപറ്റങ്ങളുണ്ട്. അറിയാമല്ലോ, യുദ്ധം ചെയ്യുന്ന ഘട്ടങ്ങളിലല്ല, യുദ്ധം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുന്നതല്ല ഗനീമത്ത് സ്വത്താണ്. എന്നാൽ യുദ്ധത്തിന് വേണ്ടി കടന്നു പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ശത്രുക്കളിൽ നിന്ന് ഒരാളുടെ കൈവശം കുറെ ആട്ടിൻപറ്റങ്ങളുമായി ആ മനുഷ്യരതാ വരുന്നത് കണ്ടപ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കടന്നു പോകുന്ന സഹാബാക്കൾ ആ സഹാബത്തിനോട് പ്രിയപ്പെട്ട പ്രവാചകനെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അല്ലാഹു തആല വിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ശൈലി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തുൻ നിസാ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം സഹോദരങ്ങളെ, ഖുർആനിന്റെ നിയമമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിനാ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, ഇദാ ലറബ്തും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ രണാങ്കണത്തിൽ പടപൊരുതാൻ വേണ്ടി പോകുമ്പോ ഫതബയ്യനൂ, നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം ശത്രുക്കളാരാണ് മിത്രങ്ങളാരാണെന്ന്. വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിനാ, നിങ്ങളെ യുദ്ധത്തിനിടയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് സലാം പറയുന്നവരെ ഒരിക്കലും നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് കടന്നാക്രമിക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ പഠിച്ച തമ്പുരാൻ വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശം, ഏറ്റവും മൗലികമായ സന്ദേശം, മാനവികമായ സന്ദേശം ഉണർത്തി കൊടുക്കുകയാ. ഇതിനാധാരമായ സംഭവം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ ആട്ടിൻപറ്റങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടിയെടുക്കുമ്പോൾ ഇതാ
ആ മനുഷ്യൻ പറയുന്നു അസ്സലാമു അലൈക്കും, ഞാൻ മുസ്ലിമാണ്, കൊല്ലല്ലേ. ആ സമയത്ത് ആ സഹാബിക്ക് മനസ്സിലായി വാളിനിരയാകുമെന്ന് പേടിച്ചുകൊണ്ടാണ് അയാൾ സലാം പറഞ്ഞത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സലാം പറഞ്ഞത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരുക്കമല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ആ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ ആകാശത്തിന്റെ അധിപനായ പടച്ചതമ്പുരാനായ തിറക്കുകയാ. അർശിന്റെ കുർസിന്റെ ലൗഹിന്റെ കലമിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രവാചകൻ അതാ അല്ലാഹുവിന്റെ ഖുർആനായ തോതുകിട്ട സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാ. വിശ്വാസികളെ, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് രണാങ്കണത്തിൽ ഇറങ്ങുമ്പോ ആരാണ് ശത്രു ആരാണ് മിത്രമെന്ന് നിങ്ങൾ പരസ്പരം നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു ധാരണയുണ്ടാകണം. അല്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് സലാം പറയുന്നവനെ ആക്രമിക്കാൻ, സലാം പറയുന്നവന്റെ മുഖപ്പ് നോക്കിയിട്ട് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സലാം പറഞ്ഞതാണ്. അതുകൊണ്ട് ലസ്ത മുഅ്മിനാ, നീ മുഅ്മിനല്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിങ്ങൾ ആട്ടി ഓടിക്കുകയോ തല്ലിത്തകർക്കുകയോ കൊന്നുകളയുകയോ ചെയ്യരുതെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, സഹോദരങ്ങളെ, സലാം പറയുന്നതിലൂടെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ ലോകത്തിന് സമ്മാനിക്കുന്ന വലിയൊരു സന്ദേശം എന്തെന്നറിയോ? അത് പരസ്പര സുരക്ഷിതത്വത്തിന്റെ ആയത്താണ്. അത് സുരക്ഷിതത്വത്തിന്റെ സന്ദേശമാണ്. അത് സുരക്ഷിതത്വത്തിന്റെ അഭിവാദനമാണ്. ഒരാളൊരാളെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനിൽ നിന്നൊരു ഉപദ്രവം മറ്റവൻ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നടക്കുന്നതാണോ? ഇന്ന് നടക്കുന്നതാണോ? പ്രിയപ്പെട്ടവരെ, സലാം പറഞ്ഞിട്ട് തോളത്ത് കൈയിട്ട് നടക്കുന്ന എത്രയോ ആളുകളാണ് ചതിക്കപ്പെടുന്നത്. എത്രയോ ആളുകളാണ് വൈകുന്നേരം പച്ചമാസം പിച്ചിട്ട് തിന്നുന്നത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലും മറ്റൊരു ഭാഗത്ത് സൂറത്തും മറിയമിലെ കാണാ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം നമ്മുടെ നായകനാണല്ലോ, നമ്മുടെ മാതൃകയാണല്ലോ, നമ്മുടെ മില്ലത്താണല്ലോ, നമ്മുടെ പിതാവാണല്ലോ. മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാനായ മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ അല്ലെങ്കിൽ എളാപ്പയുടെ അല്ലെങ്കിൽ പിതാമകന്റെ മുമ്പിൽ കടന്നു വരികയാ. ആരായിക്കൊള്ളട്ടെ, ഇബ്രാഹിം നബിയുടെ ഉത്തരവാദിത്വമുള്ള മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പേര് ആസറമാണ്. അയാളുടെ ജോലി എന്തെന്നറിയോ? വിഗ്രഹ കച്ചവടക്കാരന് മാത്രമാണോ? അല്ല. വിഗ്രഹത്തിന്റെ നിർമ്മാതാവ് മാത്രമാണോ? അല്ല. വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മനുഷ്യനായിരുന്നല്ലോ. കല്ലുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, പിതാവേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലയുടെ മുമ്പിലാണോ കൈകൂപ്പി നിൽക്കുന്നത്? ഇതെല്ലാം പടച്ച സർവശക്തനായ അള്ളാഹുവിന്റെ മുന്നിലല്ലേ സുജൂദ് ചെയ്യേണ്ടത്? പടച്ചവന്റെ മുമ്പിലല്ലേ നിങ്ങളുടെ സങ്കടങ്ങളെ ബോധിപ്പിക്കേണ്ടത്? ഇത് പറയുന്ന സന്ദർഭത്തിലെ പിതാവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി എന്തെന്നറിയോ? അറാഗിബുൻ അംദാന ആലിഹതി യാ ഇബ്രാഹീം ലഇല്ലമ തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. എടോ ഇബ്രാഹിമേ, ഈ പണി നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ, എന്റെ ദേവീ ദേവന്മാരെ ചീത്ത പറയുന്ന നിന്റെ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ, എടോ ഇബ്രാഹിമേ, ലഅർജുമന്നക വഹ്ജുർനി മലിയാ, നിന്നെ ഞാൻ ശക്തമായി എറിഞ്ഞു കൊല്ലുമടാ, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുമടാ, നാട്ടിൽ നിന്ന് ഓടിക്കുമടാ. വഹ്ജുർനി മലിയാ, പോടാ എന്റെ കൺമുമ്പിൽ നിന്ന്. പിതാവ് തന്റെ പൊന്നുമോനെ പടിയടച്ച പിണ്ടം വെക്കുമ്പോ, സഹോദരങ്ങളെ, ഒരു മകൻ എന്ന നിലയിൽ വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് വാപ്പയോട് ചെയ്തതെന്നറിയോ? അവിടെയാണ് നമ്മുടെ മില്ലത്ത്, അവിടെയാണ് നമ്മുടെ സുന്നത്ത്, അവിടെയാണ് നമ്മുടെ മാതൃക, അവിടെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ സംസ്കാരമുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പയോട് പറയുകയാണ്, സലാമുൻ അലൈക. ഖാല സലാമുൻ അലൈക. വാപ്പാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വാപ്പാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. തല്ലാൻ പോകുന്നവന്റെ മുമ്പിൽ തിരിച്ചടിക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തരികയാണ്, സലാമുൻ അലൈക, അല്ലാഹുവിന്റെ രക്ഷ അങ്ങയുടെ മേൽ ഉണ്ടാകട്ടെ. സമാധാനത്തിന്റെ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ആവേശത്തോടെ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു മടക്കി ഞാൻ പോയിട്ട് ഈ നിങ്ങളെ ഓരോരുത്തരെയും പറ്റിയിട്ടും ഫസാദ് പറഞ്ഞാൽ എന്റെ സലാം സമ്പൂർണ്ണമായില്ല. അതാണ് അതിന്റെ അർത്ഥം.
ഞാൻ നിങ്ങളുടെ സലാം പറഞ്ഞു, ആ സലാം നിങ്ങൾ മടക്കി. ഇനി നമ്മൾ തമ്മിൽ മനസ്സാ വാച കർമ്മണ യാതൊരു നിലയിലും മനസ്സുകൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കല്ലേറ് നടത്താൻ, വാക്കേറ് നടത്താൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. എങ്കിൽ ആ സലാം സലാമായിട്ടില്ല. അപ്പൊ നമ്മുടെയൊക്കെ സലാം യഥാർത്ഥത്തിൽ സലാമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ്, ശ്രദ്ധിച്ച് കേക്ക്, അതുകൊണ്ടാണ് എത്ര സലാം പറഞ്ഞിട്ട് നമുക്ക് പരസ്പരം ഇഷ്ടം വെക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് നമ്മൾ മോമിനാകാതെ പോയത്. അതുകൊണ്ട് പേടിച്ചോളി, അള്ളാന്റെ സ്വർഗം കിട്ടുമില്ലേ എന്നുള്ളത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്താക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ സലാം പറയുന്നത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് എന്തോ സുരക്ഷിതത്വം കിട്ടുമെന്നുള്ളതിന്റെ അർത്ഥമാണ്. സ്വർഗം നരകം അല്ലാത്ത എന്തെങ്കിലും വേറെ ഉണ്ടോ? ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ഇത് രണ്ടും അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ചില ആളുകൾ സ്വർഗത്തിൽ പോകും, ചില ആളുകൾ നരകത്തിൽ പോകും. ഇത് രണ്ടിടത്തും അല്ലാത്ത എവിടെയെങ്കിലും ആരെങ്കിലും പോകും. അങ്ങനെ ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫ്. അവസാനം അവർ സ്വർഗത്തിലാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയാത്തത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും മാറ്റിവെച്ച സുഹൃതം ചെയ്ത സാലിഹീങ്ങളായ ആളുകൾ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പറന്നുയരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചിട്ട് നന്ദികേട് കാണിക്കുന്ന ധിക്കാരികള്, തെമ്മാടികള്, ഫാജിരീകള്, ലാലിമീകള് അള്ളാന്റെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേരാണ് സഹോദരങ്ങളെ അഅറാഫ്. ആ അഅറാഫ് എന്ന് പറയുന്ന പ്രദേശത്തിരുന്നു കൊണ്ട് ഒരു വിഭാഗം ആളുകൾ നിലവിളിക്കുന്ന നിലവിളിയെ പറ്റി പറയുന്ന അധ്യായമാണ് സൂറത്തുൽ അഅറാഫ്. അവർക്ക് അവസാന സ്വർഗത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നത് സത്യം തന്നെയാ. പക്ഷെ നിലവിൽ അവർ സ്വർഗത്തിലേക്ക് പോകാത്തത് എന്തിന്റെ പേരിലെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകാത്തത് അവരുടെ തിന്മകൾ കൂടിപ്പോയതിന്റെ പേരിലാ. അവര് തിന്മകൾ കൂടിപ്പോയതിന്റെ പേരിൽ അവർക്ക് സ്വർഗം കിട്ടുന്നില്ല. എന്നാൽ അവര് നരകത്തിലേക്ക് പോകാത്തതിന്റെ കാരണം എന്താണ്? അവര് അമലുകളുള്ള മനുഷ്യരായതുകൊണ്ടാണ്. അമലുകളുള്ള മനുഷ്യരായതുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയാത്തത്. അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ അഅറാഫ് എന്ന് പറയുന്ന പ്രദേശത്ത് കിടക്കുന്ന കുറെ ആളുകൾ, അവർക്കറിയാം സ്വർഗാവകാശികൾ ആരാണ് എന്ന്, അവർക്കറിയാം നരകാവകാശികൾ ആരാണ് എന്ന്. കാരണം അടയാളങ്ങൾ കൊണ്ട് അവർ തിരിച്ചറിയുകയാ. അല്ലാഹു തന്നെ പറയട്ടെ, വബൈനഹുമാ ഹിജാബ്. സ്വർഗ നരകങ്ങളുടെ ഇടയിൽ ഒരു വലിയ തിരശീല കൊണ്ട്, ഒരു വലിയ പർവ്വതം, ഒരു വലിയ തിരശീല കൊണ്ട്. ആ തിരശീലയെ പറ്റിയിട്ട് ഖുർആൻ പറയുന്നു, വഅലൽ അഅറാഫി റിജാ. അതിന്റെ പേര് അഅറാഫ് എന്നാണ്. അഅറാഫിൽ കുറെ ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? യഅരിഫൂന കുല്ലം ബിസീമാഹു. സ്വർഗാവകാശികളെയും നരകാവകാശികളെയും അവർക്ക് തിരിയുമെന്നുള്ളതാ. എങ്ങനെയാണ് തിരിയുന്നത്? ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയുകയാ. എന്നിട്ടോ അല്ലാഹു പറയുന്നു, വനാദൗ വസഹാബൽ ജന്ന. സ്വർഗാവകാശികൾ അവർ വിളിക്കുകയാണ്, സ്വർഗാവകാശികളെ വിളിക്കുകയാണ്. എങ്ങനെയാണ് വിളിക്കുന്നത്? അൻസലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യുത്അമൂൻ. സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സ്വർഗാവകാശികളെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, അൻസലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അല്ലാഹു ഇവരെ പറ്റി പറയും, ലം യദ്ഖുലൂഹാ. ആ സമയത്ത് അവർ സ്വർഗ്ഗത്തിൽ കയറിയിട്ടില്ല. പക്ഷേ വഹും യത്അമൂൻ. അവർക്ക് വല്ലാത്ത പൂതിയുണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ. രണ്ടും കെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവര് സ്വർഗാവകാശികളെന്ന് അടയാളം കൊണ്ട് മനസ്സിലാക്കിയ വിഭാഗത്തെ വിളിച്ചിട്ട് പറയും, അൻസലാമുൻ അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ?
അസ്സലാമു അലൈക്കും, നമ്മളോടൊന്ന് കാര്യം പരിഗണിക്കണേ, അല്ലാഹ് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോണേ എന്നാണ് അതിന്റെ അർത്ഥം. ആ സമയത്ത് അള്ളാഹു പറയുന്നു വഹും യത്അബൂൻ, അവർക്ക് മോഹമുണ്ട്, പക്ഷേ ലം യദ്ഖുലുഹാ, അവർ നിലവിൽ അതിനകത്ത് പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, അഅറാഫ് എന്ന് പറയുന്ന പ്രദേശത്ത് കിടക്കുന്ന ആളുകൾ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗാവകാശികളോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈനീട്ടി യാചിക്കുന്ന വാചകത്തിന്റെ പേര് അതാണ് സലാം എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതത്വം മാത്രമല്ല, ഒരു സഹായ അഭ്യർത്ഥനയാണ് ഈ സലാം എന്ന് പറയുന്നത്. നമ്മൾ എന്താ കരുതിയത്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അയാൾ അങ്ങ് പോയി മടക്കിയിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞാലെടുത്ത് പറയുന്നത് മറ്റോളം അങ്ങോട്ട് പോണാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പറ്റി മൊത്തം അങ്ങോട്ട് വിരിച്ചു കൊടുക്കും. ഈ സലാം ആകാത്തത് കൊണ്ടാണ് നിനക്ക് മറ്റേ മൂപ്പരോട് സ്നേഹം കൂടാത്തത്. എന്നാൽ സലാം പറയുന്നത് സമ്പൂർണമായി അതിന്റെ അർത്ഥതലത്തിൽ സലാം പറഞ്ഞാൽ നിനക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയും, പരസ്പരം നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടം വെക്കാൻ കഴിയുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ആ സമയത്താണ് കുറെ ആളുകൾ ഇതേപോലെ മറ്റുള്ളവരുടെ പച്ചിറച്ചി തിന്നുകൊണ്ടിരിക്കാൻ. അങ്ങനെയാണല്ലോ സാധാരണ. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊതുവെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകും. സാധാരണ ആളുകൾ പെട്ടെന്ന് വീട്ടിൽ പോകും. കാരണം എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പല ആളുകൾക്കും ഈ ഷുഗറും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവർ വീട്ടിലേക്ക് പോകും. കാരണം ജോലിക്ക് പോകുന്നവരുണ്ടാവും, കുറച്ച് ഉറങ്ങണവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. ളുഹർ നിസ്കാരം കഴിഞ്ഞാലോ അത് തന്നെ അവസ്ഥ. കാരണം ലഞ്ച് കഴിക്കണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് വീട്ടിലേക്ക് പോകണം. അസർ കഴിഞ്ഞാലോ ഇത് തന്നെയാണ് അവസ്ഥ. അസർ കഴിഞ്ഞാൽ ഒരു ചായ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലാ യജൂസുൽ കുടിയില്ല മഅൽ കടി, ഇത് രണ്ടും അല്ലാതെ അവർക്ക് ഒരു അസർ ഉണ്ടാവില്ല. അപ്പൊ അസർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ടീ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ലഹരി പോലെയാണ് ചില ആളുകൾക്ക്. കള്ളുകുടിയന്മാർക്ക് കള്ളു കുടിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്തതുപോലെ. എന്നോടൊപ്പം ഉംറയ്ക്ക് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇവിടെ ഹറമിന്റെ മഹത്വവും ഫലായിലും ഒക്കെ നമ്മൾ പറയുമ്പോഴും അയാൾ ഓടി നടന്നിട്ട് ചായക്കട നോക്കുക. എത്രയോ ചായ കിട്ടി, പക്ഷെ അയാൾ പറയുന്നത് ഇങ്ങനെ അടിക്കുന്ന ചായ വേണമെന്നാണ്. അതങ്ങനെ സൗദിയിലുണ്ടാ, അതൊരു ഗ്ലാസ് എടുക്കുക, ഇങ്ങനെ തുറന്നു വെക്കുക, കമ്പ്യൂട്ടർ ചായ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കുക. പക്ഷേ ഇവർക്ക് അടിക്കുന്ന ചായ വേണം. മണ്ണാർക്കാട് അടിക്കുമെന്ന് അറിയില്ല, ഇവിടെ പൊടി ഇട്ടിട്ട് വെള്ളം കലക്കി കൊടുക്കുകയല്ലേ. ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ അടിക്കും. ഒരു 3-4 തവണ അടിച്ച് അവസാനം കുളിക്കാനേ കൊള്ളാവൂ, കാരണം എല്ലാം ചൂടും പോവും. അങ്ങനെയാണ് ചായ കുടിക്കുന്നത്. ആ ചായ കിട്ടാത്തതിന്റെ ലഹരിയിൽ ഇയാൾ ഇങ്ങനെ ഓടി നടക്കുക. അസർ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാം ഓടി വീട്ടിൽ പോകും. ഇശാ നിസ്കാരം കഴിഞ്ഞാലോ രാത്രി കിടക്കണ്ടേ, ഡിന്നർ കഴിക്കണ്ടേ, എല്ലാരും പോകും. പക്ഷെ ഇതിനിടയിൽ ഒരു വഖത്തുണ്ട്, മഗ്രിബ്. ആ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഈ മഗ്രിബിന്റെ 1 മണിക്കൂറും 20 മിനിറ്റും സമയം ആ പള്ളിയിൽ നിന്ന് പോയിട്ട് വീണ്ടും വരണ്ടല്ലോ, പോയിട്ട് വേറെ ഒന്നും നേടാനില്ലല്ലോ. അതുകൊണ്ട് പള്ളിയുടെ പുറം പള്ളിയിലോ ഹൗലിന്റെ കരയിലോ കിണറിന്റെ വക്കിലോ മുറ്റത്ത് സ്റ്റെപ്പിലോ ഒക്കെ അങ്ങോട്ട് ഇരുന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസാദിന്റെ ഫിത്നയുടെ ഒരു പൊട്ടലങ്ങ് പൊട്ടിക്കുക. പിന്നെ പള്ളിയിലെ ഇമാമായി, മുഅദ്ദിനായി, നാട്ടിലെ പെണ്ണുങ്ങളായി, മറ്റുള്ള ആളുകളായി, സംഘടനാ ചർച്ചയായി, രാഷ്ട്രീയ ചർച്ചയായി, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങൾ എങ്ങനെ പറയും. ആ സമയത്താണ് നീ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതെങ്കിൽ നിന്നെ ഈ കൂട്ടുകാർ വിളിക്കാൻ. എങ്ങനെയാ വിളിക്കുന്നത്? വാടാ വാടാ, നീ അറിഞ്ഞോ സംഭവം, നീ വല്ലതും അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വിഷയത്തിന്റെ പേരിലുള്ള ഫസാദിന്റെ, ഗീബത്ത്, പരദൂഷണത്തിന്റെ ആ സദസ്സിൽ നിന്നെ വിളിക്കുമ്പോ വിശുദ്ധമായ ഖുർആൻ പറയുന്ന സൂറത്തുൽ ഖസസ്, അവിടെയും നീ ഉപയോഗിക്കേണ്ടത് ഈ അസ്സലാമു അലൈക്കും എന്ന പദമാണ്. അസ്സലാമു അലൈക്കും എന്ന അഭിവാദനമാണ്. നമ്മൾ എന്താ കരുതിയത്, ഉസ്താദിനെ കാണുമ്പോൾ മാത്രം മക്കള്, വിദ്യാർത്ഥികൾ പറയണം അസ്സലാമു അലൈക്കും, പ്രസംഗിക്കാൻ വരുന്ന ആള് സദസ്സിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. ഇതല്ലാതെ വേറൊന്നും ഇസ്ലാമിലില്ല. അല്ല, ഒന്ന് അഭിവാദനം എന്നതിനപ്പുറത്ത് സഹോദരങ്ങളെ പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ഒരു മാനദണ്ഡം എന്നതിനപ്പുറത്ത്, സുരക്ഷിതത്വം നൽകുന്ന ഒരു വാചകം എന്നതിനപ്പുറത്ത്, സഹായം തേടുന്ന ഒരു വലിയ സഹായത്തിന്റെ ഒരു വാചകം എന്നതിനപ്പുറത്ത് ഇനിയും ഇസ്ലാമിലെ അഭിവാദനത്തിന് ഒരുപാട് വ്യാപ്തിയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു വഇദാ സമിഉൽ ലഗ്വ അറളൂ وقالوا لنا أعمالنا ولكم أعمالكم سلام عليكم لا نبتغي الجاهلين.
അല്ലാഹു പറയുകയാണ് വൈദാ സമിഉൽ ലഹ്വ, യാതൊരു ഉദ്ദേശമില്ലാത്ത ചില കാര്യങ്ങളുടെ അടുക്കലൂടെ നീ നടന്നു പോകുമ്പോ, പൊന്നുമോനെ ഉപയോഗശൂന്യമായ മജ്ലിസിലൂടെ കടന്നു പോകുമ്പോ അഅറളു അൻഹു, നീ അവിടെ നിന്ന് മാറിപ്പോകണമെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് നിന്നെ അവർ വിളിക്കും, നിന്നോട് ചോദിക്കും, നീ വലിയ പുള്ളിയായി പോയോ, നീ വലിയ സൂഫിയായി പോയോ, നീ എന്നായെന്നൊക്കെ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നീ പറയണം ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, എടോ നിങ്ങൾക്ക് നിങ്ങളുടെ പണി, എനിക്ക് എന്റെ പണി. എന്നിട്ട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നറിയോ? സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ലാ നബ്തഗിൽ ജാഹിലീ, വിവരം കെട്ട ആളുകളോട് ഞങ്ങൾക്കൊരു യാതൊരു ബന്ധവുമില്ല, ഇത് പറഞ്ഞിട്ട് വേണം അവിടെ നിന്ന് പോകാൻ. സഹോദരങ്ങളെ, തുടങ്ങിയാൽ അല്ലാഹുവിന്റെ ദീനിൽ അഭിവാദനമായി പഠിപ്പിച്ച സലാമുണ്ടല്ലോ, ആ സലാം ലോകത്ത് എന്തെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് മുതൽക്കൂട്ടായി അല്ലാഹു കൊടുത്തിരിക്കുമെന്നറിയോ? ഒരു അഭിവാദനം എന്നതിനപ്പുറത്ത്, ആശ്വാസത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഒരു വാചകം എന്നതിനപ്പുറത്ത്, സഹായാഭ്യർത്ഥനയുടെ വാചകം എന്നതിനപ്പുറത്ത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മോശമായ പ്രവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു സമ്പ്രദായമാണ് ഈ സലാം എന്ന അഭിവാദനത്തിലൂടെ അള്ളാഹു വെച്ചിട്ടുള്ളതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് കേൾക്കാൻ ഞാൻ പറയുകയാ, നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്ന നിമിഷമുണ്ടല്ലോ, ആശുപത്രിയിൽ പോയിട്ടാണോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ടാണോ, അതല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോയിട്ടാണോ, നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ കോലായിൽ നിൽപ്പുണ്ടാവും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിൽപ്പുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാനുള്ള വഴിയേതെന്നറിയോ? ബറക്കത്തുണ്ടാകാനുള്ള വഴിയേതാണ്? പലിശയ്ക്ക് പണമെടുക്കലല്ല പ്രിയപ്പെട്ടവര്, ലോട്ടറി ടിക്കറ്റ് എടുക്കലല്ല പ്രിയപ്പെട്ടവര്. നിങ്ങളുടെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് തരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന തുർമുദിയിൽ കാണാൻ പറ്റുന്ന ഒരു ഹദീസ് ഉണ്ട്. അനസ് എന്ന് പറയുന്ന പ്രവാചകന്റെ ആ ഭൃത്യനോട്, ഖാദിമിനോട് പറയുകയാ, യാ ബുനയ്യ, അനസേ എന്റെ പൊന്നുമോനെ, അനസേ കുഞ്ഞുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലോട്ട് കയറുമ്പോ, നീ വീട്ടിലേക്ക് പുറത്തു നിന്ന് ചെന്നിട്ട് വീട്ടിലോട്ട് കാലെടുത്തു വെക്കുമ്പോ, ഫസല്ലിം, നീ അവിടെ സലാം പറയണേ മോനെ, യകുന ബറക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, യകുന ബറക്കത്തുൻ അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുന്നതാ, പോരാ നിന്റെ കുടുംബത്തിലും അല്ലാഹു ബറക്കത്ത് തരുന്നതാ. എത്ര സഹോദരിമാര് വീട്ടിലേക്ക് വരുമ്പോ സലാം പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങളുടെ ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുമ്പോ, ജോലി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉദ്യോഗം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ചോറ് വിളമ്പടി, ചായ എടുക്കടി, പായ വിരിക്കടി, ഇതല്ലാതെ വേറെന്തെങ്കിലും കെട്ടിയോ പറയാറുണ്ടോ? എന്നിട്ട് ബറക്കത്തില്ല ബറക്കത്തില്ല ബറക്കത്തില്ലെന്ന് എപ്രാണപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ബറക്കത്ത് വേണോ? റസൂലുള്ളാഹി പറയുകയാ, ഓ മുസ്ലിമേ, സലാം പറയുന്നത് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ അഭിവാദനം മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ ബറക്കത്തുണ്ടാകാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ആ ഒരു കാര്യമാണ് സലാം പറയുക. പൊന്നുമക്കളെ പഠിപ്പിക്കുക. മക്കളെ, മദ്രസ വിട്ട് വരുമ്പോ, നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോ, കളിച്ചിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് വാപ്പ നിപ്പുണ്ടാവും, ഉമ്മ നിപ്പുണ്ടാവും നിങ്ങളുടെ വീടിന്റെ കോലായില്. ആ സമയത്ത് പറയണ, ഉമ്മ അസ്സലാമു അലൈക അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ആ ഒരൊറ്റ അഭിവാദനത്തിലൂടെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് ഇറക്കുകയാ. ആകാശത്തിന്റെ ലോകത്തിന്റെ അധിപനായ അജയ്യനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നിന്ന് അനുഗ്രഹങ്ങളുടെ അനുസ്യൂത പ്രവാഹം നിന്റെ കുടുംബത്തിലേക്ക് ഇറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ആരാന്റെ വീട്ടിൽ പോകുമ്പോഴും അങ്ങനെ തന്നെ
ഇത് നിന്റെ വീട്ടിൽ മാത്രമല്ല, ഞാൻ താമസിക്കുന്നത് പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിലാ. അവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നല്ലോ. അൻവർ ഫൈസി താമസിക്കുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലാ. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. സൂറത്തു നൂർ എടുത്താൽ നമുക്കതിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്നിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നിങ്ങൾ ആരാന്റെ വീട്ടുമുറ്റത്ത് ചെല്ലുമ്പോ, മറ്റൊരാളുടെ വീട്ടുമുറ്റത്ത് ചെല്ലുമ്പോ അതിന്റെ മുമ്പിൽ ചെന്നിട്ട് സലാം പറയാറ് അകത്ത് കയറല്ലേ. നിങ്ങൾ കയറുന്നതിലൂടെ ആ വീട്ടിലും ബറക്കത്ത് വരട്ടെ, ആ വീട്ടിലും അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടട്ടെ. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിൽ പോകുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് വേണം പോകാനെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കുറെ അതിഥികൾ വരികയാണ്. ഈ ആരാണ് വരുന്നതെന്ന് ഇബ്രാഹിം നബിക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന സന്തോഷത്തോടെ ഇബ്രാഹിം നബിക്ക് പ്രത്യേകതയൊന്നുണ്ട്. ഖലീലുല്ലാഹി എന്ന് പേര് കിട്ടാൻ കാരണം എന്തെന്നറിയോ? ആരൊരാള് തന്റെ വീട്ടിൽ വന്നാലും ഭക്ഷണം കൊടുക്കാതെ വിടൂല. പ്രിയപ്പെട്ടവരെ, അതിഥിയോടൊപ്പമല്ലാതെ നാളിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ മരണം വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇബ്രാഹിം നബിയുടെ വീട്ടുമുറ്റത്ത് വന്ന സുന്ദരന്മാരായ അതിഥികൾ ഇതെവിടെ നിന്ന് വരുന്നു എന്ന് ഒരു നോട്ടമില്ല, അങ്ങനെ ഒരു ചോദ്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികൾക്ക് അകത്ത് ചെന്നിട്ട് ഏറ്റവും നല്ല ഒരു ഇറച്ചി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയാ. അവര് ഭക്ഷണം കഴിച്ച് പോകാൻ നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവരം ചോദിക്കാമെന്ന ധാരണയിലാണ് ഇബ്രാഹിം നബി ഭക്ഷണം വിളമ്പിയത്. പക്ഷേ ഭക്ഷണ തളികയിൽ ഭക്ഷണം കൊണ്ട് വിളമ്പിയിട്ട് ഇബ്രാഹിം നബി ചോദിച്ചു, അലാ തഅകുലൂ, നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ കഴിക്കാൻ വന്നവരല്ല, ഞങ്ങൾ കഴിക്കൂല. ഇബ്രാഹിം നബി അത്ഭുതപ്പെട്ട്, ഇന്നേ വരെ എന്റെ വീട്ടിൽ അതിഥിയില്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതാ എന്റെ ചെറിയ വീട്ടിനകത്ത് വന്ന അതിഥികൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ചോദിച്ചു, നിങ്ങളാരാ? അപ്പോഴാണ് അവര് പറഞ്ഞത്, ഞങ്ങൾ രണ്ട് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്നവരാ. ഒന്ന്, നിങ്ങൾക്ക് വരുന്ന വഴിയിൽ ഒരു മോനേം തരണം. ഇത് കഴിഞ്ഞിട്ട് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കുകയും വേണം. ഇബ്രാഹിം നബിക്ക് മനസ്സിലായി വന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തുകളാണ് എന്ന്. അവര് വീട്ടിൽ കയറിയത് എങ്ങനെയെന്നറിയോ? എങ്ങനെയാ? നമ്മൾ ആ രീതിയിൽ വേണം ഒരു വീട്ടിൽ ചെന്ന് കയറാൻ. അല്ലാതെ മോളെ കെട്ടിച്ച വീടായിരിക്കും, അല്ലെങ്കിൽ അമ്മായിയുടെ വീടായിരിക്കും, ചെന്ന് നമ്മൾ ഓടി അങ്ങ് അകത്ത് കയറലല്ല. നിങ്ങളെ വീടല്ലയോ? നിങ്ങളെ വീടല്ലെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട് എന്റെ ഉമ്മാക്കുള്ള വീടായിരിക്കാം, അത് മറ്റൊരു വീട് തന്നെയാണ്. നിങ്ങൾ സ്ഥിരം താമസിക്കുന്ന വീടല്ലാത്ത മറ്റൊരു വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, അനുവാദം ചോദിക്കണം. അതെങ്ങനെയാണ്? പുറത്ത് നിന്നിട്ട് എന്ത് വേണം? അസ്സലാമു അലൈക്കും. എത്ര തവണ പറയണം? കേട്ടോളി, ഇതൊക്കെയാ പഠിക്കേണ്ടത്. അല്ലാതെ അമേരിക്കത്തിൽ ആറ്റം ബോംബിട്ട് ഫലസ്തീനിൽ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പ്രാഥമികമായ ചില അറിവുകൾ നമുക്കില്ലാതെ പോയി. പ്രാഥമികമായ ചില അറിവുകൾ നമുക്കില്ലാതെ പോയിരിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന ആ അതിഥികൾ മലായിക്കത്തുകളാണ്. അവര് വന്ന രീതി എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ വന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹല്ലതാക ഹദീസു ലൈഫി ഇബ്രാഹിമൽ മുക്രമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതിഥികൾ, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വന്ന അതിഥികൾ, ഇദ്ഖലൂ അലൈഹി ഫഖാലൂ സലാമാ. അവരെ കയറിയപ്പോ പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഖാല സലാം. ഇബ്രാഹിം നബി സലാം പറയുകയാ. സൂറത്തു അല്ലാഹു പഠിപ്പിക്കുകയാ, ഒരു വീട്ടിൽ ചെന്നാൽ സലാം പറയണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ഉച്ച മയക്കത്തിൽ കിടക്കുമ്പോ പുറത്തു വന്നിട്ട് ഒരു സഹാബി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു.
മടക്കിയില്ല. രണ്ടാമതും പറഞ്ഞു അസ്സലാമു അലൈക്കും, മടക്കിയില്ല. മൂന്നാമതും പറഞ്ഞു അസ്സലാമു അലൈക്കും, മടക്കിയില്ല. മടക്കാത്ത കാരണം ഉമർ തങ്ങൾ കേട്ടില്ല. ഉമർ തങ്ങൾ അറിയാലോ നിങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ആ വൈശിഷ്ട്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. സ്വഭാവ ഗുണവും സ്വഭാവത്തിന്റെ കാർക്കശ്യതയും നിലപാടും നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു 3 വട്ടവും മറുപടി കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി. ഒരു ചെറിയ സംശയം തോന്നിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു കതക് തുറന്നപ്പോ സ്വഹാബി വീട്ടിന്റെ മുമ്പിൽ നിന്ന് പോവാൻ വിളിച്ചു. തിരിച്ചു വന്ന് വീട്ടിലോട്ട് കയറാൻ പറഞ്ഞു. ആ സഹാബി പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ കയറൂല. ശ്രദ്ധിക്കണേ, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ കയറൂല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിനെന്താ കാരണം? എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു 3 വട്ടം സലാം പറയണം. ആ 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ട് അനുവാദം കിട്ടിയില്ലെങ്കിൽ ഫല്യർജിഅ നബി മുഹമ്മദ് മുസ്തഫ, അവൻ അവിടെ നിന്ന് മടങ്ങി പോകണം, ആ വീട്ടിൽ കയറാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര, ഇങ്ങനെ ഒരു ഹദീസ് റസൂൽ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ സഹാബി തമ്മിൽ തർക്കമായി. അവസാനം അൻസാരികളിൽപ്പെട്ട ഒരു ചെറിയ കുഞ്ഞിന്റെ അടുക്കലേക്ക് പോയി. ആ സമയത്ത് ആ കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റുന്ന തരത്തിൽ ഇത് സുപരിചിതമായ കാര്യമാണ് എന്ന് ഈ തിരിച്ചുപോയ സഹാബി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒന്ന് റസൂല് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ വാളിനിരയാകും എന്ന് കാർക്കശ്യ നിലപാടെടുത്തപ്പോഴാണ് സഹാബി പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, അന്ന് ഞാൻ മാർക്കറ്റിലായിരുന്നു, ആ പ്രസംഗം നബി തങ്ങൾ നടത്തുമ്പോ ഞാൻ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ മാർക്കറ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് സലാം പറയണം 1 വട്ടം, 2 വട്ടം, 3 വട്ടം, മറുപടിയില്ലേ തിരിച്ചു പോകണം. അതാണ് ഇസ്ലാമിന്റെ നയം. ഒരു ബെല്ലടി ഇല്ല, രണ്ടാമത്തെ ബെല്ലടി ഇല്ല, മൂന്നാമത്തെ ബെല്ലടി തുറന്നില്ല, പിന്നെന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പോഴേ പോകണം, അല്ലാതെ ഇങ്ങനെ അമർത്തി പിടിച്ചോണ്ടിരിക്കാൻ. അത് ഇസ്ലാമിന്റെ നയമല്ല, അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല. 3 വട്ടം സലാം പറഞ്ഞിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ മടങ്ങി പോകണമെന്ന് ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചപ്പോൾ അത് ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന് മാർക്കറ്റിൽ പോയപ്പോ ആ വിവരം കിട്ടാത്തതിന്റെ പേരിൽ ഒരു സഹാബി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അൻസാരികളിൽപ്പെട്ട ഇവിടത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വരച്ച വരയിൽ നിർത്തിയ സംഭവം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ കയറുന്നതിന്റെ പെർമിഷൻ പോലും സലാമാണ്.